ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറേ പേരായി ഫോണ്ടന്റിനെ കുറിച്ചിട്ട് ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അവർ ടോപ്പേഴ്സ് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ മെൽറ്റായി പോകാനുള്ള ചാൻസ് കാണുന്നുണ്ട്. പിന്നെ നല്ലൊരു ഫിനിഷിങ് കിട്ടുന്നില്ല. അങ്ങനെ വിൻ്റർ സീസണിലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് അത് മെൽറ്റായി പോകുന്നു. അപ്പോൾ എങ്ങനെയാണ് അത് സ്റ്റോർ ചെയ്യേണ്ടത്, എങ്ങനെയാണത് ടോപ്പേഴ്സൊക്കെ ചെയ്യുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ക്ലിയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ. അപ്പം ഞാൻ സാധാരണ വിസിയോണിൻ്റെ ഷുഗർ പേസ്റ്റാണ് യൂസ് ചെയ്യാറ്. ഈ ഷുഗർ പേസ്റ്റ് എന്ന് പറയുന്നതും ഫോണ്ടൻ്റ് എന്ന് പറയുന്നതും സെയിം തന്നെയാണ് കേട്ടോ. പിന്നെ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് CMC പൗഡറും ടൈലോസ് പൗഡറും. ഇതിൻ്റെ പർപ്പസ് ഒക്കെ ഒന്ന് തന്നെയാണ്. അതായത് ഫോണ്ടൻ്റ് പരത്തി കുഴച്ചെടുക്കുമ്പോൾ നല്ല സ്റ്റിഫ് ആവാൻ വേണ്ടിയിട്ടാണ് ഇത് രണ്ടും യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ അത് പരത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കോൺഫ്ലോർ. പിന്നെ ഇതാണ് റോളിംഗ് പിൻ എന്ന് പറയുന്നത്. നമ്മൾ അതുപോലെ ഫോണ്ടൻ്റ് നല്ലോണം കുഴച്ചെടുത്തിട്ട് അത് പരത്തിയെടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് റോളിംഗ് പിൻ എന്ന് പറയുന്നത്. ഇതാണ് വെജിറ്റബിൾ ഷോർട്ടനിങ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ കുഴയ്ക്കുമ്പോൾ നല്ല സ്മൂത്ത് ആവാനും നമ്മുടെ കൈമലൊന്നും സ്റ്റിക്കി ആവാതിരിക്കാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് വെജിറ്റബിൾ ഷോർട്ടനിങ്. മാർജറി എന്ന പേരിലും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതാണ് ഇപ്പോൾ ഫോണ്ടൻ്റ് എന്ന് പറയുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ് അതിനുള്ളത്. കണ്ടില്ലേ, ഇപ്പോൾ എൻ്റെ കൈമലൊക്കെ ഇങ്ങനെ ഒട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടെക്സ്ചറിൽ നമുക്ക് ടോപ്പേഴ്സ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ടെക്സ്ചർ മാറ്റിയിട്ട് കുറച്ച് സ്റ്റിഫാക്കി നമ്മൾ അതിന് എടുക്കണം. ഈ സ്റ്റിഫ് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ CMC പൗഡറും അതുപോലെ തന്നെ ടൈലോസ് പൗഡറും. ഇപ്പോൾ ടൈലോസ് പൗഡറൊക്കെ ആകുമ്പോൾ കുറച്ച് കോസ്റ്റ്ലിയാണ്. 400 റുപ്പീസൊക്കെ MRP വരുന്നുണ്ട്. നമുക്ക് കുറച്ച് റീസണബിൾ ആയത് CMC പൗഡർ തന്നെയാണ്. അതിന് 75 റുപ്പീസൊക്കെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അത് കുറച്ച് ഒരു സ്പൂണ് മാത്രമേ ഞാൻ അതിലിട്ടിട്ടുള്ളൂ. അതിട്ടിട്ട് വേണം നമ്മൾ നന്നായി കുഴച്ചെടുക്കാൻ. അതിന് മുന്നായിട്ട് കുറച്ച് വെജിറ്റബിൾ ഷോർട്ടനിങ് ഞാൻ എൻ്റെ കൈമ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം ഈ CMC പൗഡർ ഇട്ടിട്ട് ഈ ഫോണ്ടൻ്റ് നന്നായി കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. കുഴച്ചെടുക്കുമ്പോൾ ഈ സ്റ്റിക്കാവുന്നുള്ള ഒരു ആ ടെക്സ്ചറൊക്കെ മാറ്റി നമുക്ക് ഇഷ്ടാനുസരണം, എന്നാൽ ഫ്ലെക്സിബിളും ആണ്, ഇഷ്ടാനുസരണം ഓരോ ടോപ്പേഴ്സൊക്കെ ചെയ്യാനുള്ള ഒരു ടെക്സ്ചറായിട്ട് നമുക്ക് ഫോണ്ടൻ്റ് കിട്ടും. ഇതാ കണ്ടില്ലേ, ഇപ്പോൾ ഈ വിട്ട് പോരുമ്പോഴും നമ്മുടെ കൈമലൊന്നും അത് ഒട്ടുന്നില്ല. നല്ല സ്റ്റിഫായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ കുറച്ച് കോൺഫ്ലോർ ഇട്ടിട്ട്, കോൺഫ്ലോറിന് പകരം നമുക്ക് ഐസിങ് ഷുഗർ വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. രണ്ടിൻ്റെയും പർപ്പസ് ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ ഒരു റോളിംഗ് പിന്ന് യൂസ് ചെയ്തിട്ട് ഞാനിത് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ പരത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് തിന്നായി പോവരുത്. തിന്നായി പോകുമ്പോൾ നമ്മൾ ഈ ടോപ്പേഴ്സ് എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അങ്ങനെ വിട്ട് പോരും, അങ്ങനെ പൊട്ടിപ്പോരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് കനം കുറവിലോ ഒരുപാട് കനത്തിലും അത് പരത്തരുത്. കനത്തിൽ പരത്തുമ്പോൾ നമ്മൾ കേക്കുമ്മലൊക്കെ വെക്കുമ്പോൾ അതിങ്ങനെ അടർന്ന് വീണ് താഴോട്ട് പോരും. അപ്പോൾ ഏകദേശം ഈ ഒരു ഞാൻ ഇപ്പോൾ കാണിച്ചില്ല, ഈ ഒരു കനത്തിൽ വേണം ഫോണ്ടൻ്റ് എപ്പോഴും പരത്തിയെടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാനൊരു ഫുട്ബോൾ തീമിൻ്റെ ഒരു കട്ടറാണിത്, അത് വെച്ചിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് ഇതുപോലെ ഒന്ന് റീയൂസ് ചെയ്ത് എടുക്കാം കേട്ടോ. ഒന്ന് പരത്തിയതിന് ശേഷം, ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇതുപോലെ വീണ്ടും നമുക്ക് പരത്തി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇനി ഇത് സ്റ്റോർ ചെയ്യേണ്ട എന്ന് വെച്ചാൽ എപ്പോഴും ഈ ഫോണ്ടൻറ്റിൻ്റെ കട്ട് ചെയ്ത്, അതായത് പീസസ് ആയാലും ടോപ്പേഴ്സ് ആയാലും എപ്പോഴും തലേദിവസം തന്നെ അത് ചെയ്ത് വെക്കുക. പിറ്റേ ദിവസം കേക്കുമ്മൽക്കുള്ളതാണെങ്കിൽ തലേദിവസം തന്നെ അതിൻ്റെ വർക്കൊക്കെ തീർത്ത് വെക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ചെറുതായിട്ട് ടൈലോസ് പൗഡറോ CMC പൗഡറോ അല്ലെങ്കിൽ കോൺഫ്ലോർ ആണെങ്കിലും ഒന്ന് ചെറുതായിട്ട് തൂവി കൊടുത്തിട്ട് ഇതിൽ ഇട്ട് വെക്കുക. എന്നിട്ട് ഒന്ന് ക്ലിംഗ് റാപ്പ് ചെയ്ത് ടൈറ്റാക്കി മൂടി വയ്ക്കുക. അല്ലെങ്കിൽ അതിൻ്റെ മൂടി കൊണ്ട് തന്നെ, അതിൻ്റെ ടോപ്പറോട് തന്നെ നല്ലോണം ടൈറ്റായിട്ട് മൂടി കവർ ചെയ്ത് വെക്കാം. ഇതാണ് നമ്മൾ സമ്മർ സീസണിലൊക്കെ ആകുമ്പോൾ നമുക്കൊരു ടെൻഷനും വേണ്ട. അത് എന്ത് ചെയ്താലും, ഇപ്പോൾ കണ്ടില്ലേ, എന്ത് ചെയ്താലും അത് അങ്ങനെ പൊട്ടിപ്പോരുന്നൊന്നുമില്ല. കറക്റ്റ് ടെക്സ്ചറിലാണ് അതിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ സമ്മർ സീസണിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം. പക്ഷേ വിൻ്റർ സീസണിലാവുമ്പോൾ അതിൻ്റെ ഒരു മോയ്സ്ചർ കണ്ടൻറ്റ് കൂടുതലുള്ളതുകൊണ്ട് അതിങ്ങനെ മെൽറ്റായി പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്.
അപ്പോൾ ഈ വിൻ്റർ സീസണിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഇത് സ്റ്റോർ ചെയ്യണതിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് വേറെയാണ്. വേണമെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം കണ്ടെയ്നറിൽ അല്ലേ. അപ്പോൾ വിൻ്റർ സീസണിലൊക്കെ ആകുമ്പോൾ നമ്മൾ സാധാരണ ഓവനിൽ വെക്കാവുന്ന ഒരു ട്രേയിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഓവനിൽ ലൈറ്റ് ഓപ്ഷൻ മാത്രം ഓണാക്കി ഇട്ട് കൊടുക്കുക. ടെമ്പറേച്ചറോ കാര്യങ്ങളോ ഒന്നും ചേഞ്ചസ് ഒന്നും വരുത്തണ്ട. ലൈറ്റ് ഓപ്ഷൻ മാത്രം ഓണാക്കിയിട്ട് ഒരു 20 to 25 മിനിറ്റ്സോളം ഇത് ഓവനിൽ ഇങ്ങനെ ലൈറ്റ് ഓപ്ഷനിൽ ആ ഒരു ചെറിയൊരു ചൂടിൽ അത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്കത് എടുക്കുകയാണെങ്കിൽ നല്ല സ്റ്റിഫായിട്ട് നമുക്കിത് ഈ ടോപ്പേഴ്സൊക്കെ കിട്ടും. അതാണ് വേറൊരു ടിപ്പ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള ഒരു ഐറ്റമാണ് എഡിബിൾ ഗ്ലൂ എന്ന് പറയുന്നത്. അതായത് ഈ ടോപ്പേഴ്സൊക്കെ കേക്ക് ഒട്ടിക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ എഡിബിൾ ഗ്ലൂ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ വേണ്ടത് നമുക്കൊരു പിസ്സ കട്ടറാണ്. പിന്നെ എപ്പോഴും ഫോണ്ടൻറ്റിൽ ജെൽ കളേഴ്സ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നല്ല ബ്രാൻഡഡ് കളേഴ്സ് മാത്രം യൂസ് ചെയ്യുക. ഇപ്പം ഞാനിതൊരു കളർ മിസ്റ്റിൻ്റെ ഒരു ഡീപ്പ് പിങ്ക് ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഫോണ്ടനിൽ കളർ ആഡ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. എപ്പോഴും ഫോണ്ടനിൽ കളർ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഒരു ഗ്ലൗസ് ഇടുന്നത് നന്നായിരിക്കും. എനിക്ക് ചെറുതായിട്ട് അതിൻ്റെ അലർജി ഉള്ളതുകൊണ്ടാണ് ഞാനത് ഒഴിവാക്കിയിരിക്കുന്നത്. നിങ്ങൾ എപ്പോഴും കളർ ആഡ് ചെയ്യുമ്പോൾ ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യാം. അപ്പോൾ ഒരു ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഞാനിത് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആ ഒരു ക്വാണ്ടിറ്റിയിൽ നന്നായി കളർ ആഡ് ചെയ്തിട്ട് അത് കുഴച്ച് എടുക്കാം. ഇതൊക്കെ കണ്ടില്ല എൻ്റെ കൈമുലൊക്കെ ആവുന്നത്. ഇപ്പോൾ ഗ്ലൗസ് ഇടുകയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ ഈ പ്രോബ്ലംസൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാ ഈ ഒരു പീസിൽ അത്യാവശ്യം നന്നായി കളറ് ആഡ് ആയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഒരു വലിയൊരു പീസ് എടുത്തിട്ട് അതിലോട്ട് അപ്ലൈ ചെയ്യേണ്ടത്. ഒരിക്കലും ഒരു വലിയ ക്വാണ്ടിറ്റി എടുത്തിട്ട് അതിലേക്ക് കളറ് അപ്ലൈ ചെയ്യരുത് കേട്ടോ. ഇതാ കണ്ട, ഇതുപോലെ വേറൊരു പീസിലേക്കാണ് നമ്മൾ ഈ ഒരു പീസ് വെച്ച് കളറ് ആഡ് ചെയ്തെടുക്കേണ്ടത്. എന്നാലാണ് ഈ കളർ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡായി നല്ല കറക്റ്റ് കളറും പിന്നെ നല്ല ഫിനിഷിങ്ങിലും നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. എന്നിട്ടാണ് നമ്മൾ CMC പൗഡർ ഇട്ടിട്ട് അത് ഇഷ്ടാനുസരണം അത് പരത്തിയെടുക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഈ ഒരു ക്വാണ്ടിറ്റി CMC പൗഡർ ഇടേണ്ട ആവശ്യമുള്ളൂ. ഒരുപാട് ഇട്ടാലും കുറച്ചിട്ടാലും അത് ശരിയായിട്ട് നമുക്ക് കിട്ടില്ല. ഇപ്പം നന്നായി അത് സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ല, ഇങ്ങനെ പൊട്ടിച്ചെടുക്കുമ്പോൾ തന്നെ തീരെ സ്റ്റിക്ക് ആവുന്നൊന്നുമില്ല. നമ്മുടെ കൈമേലൊന്നും അത് ഒട്ടുന്നില്ല, വേഗം തന്നെ അത് കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പിസ്സ കട്ടറാണ്. നമുക്ക് ഫുള്ള് ഫൊണ്ടൻ്റൊക്കെ കവർ ചെയ്ത് ചെയ്യുന്ന കേക്ക് ആകുമ്പോൾ അതിൻ്റെ ഈ സൈഡൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാനൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ് കേട്ടോ. പിന്നെ ഇതാണ് കുറച്ച് ആൽഫബറ്റ് കട്ടേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഭയങ്കര സിമ്പിളാണ്. നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഫോണ്ടൻറ്റിൻ്റെ ഒരുപാട് സിലിക്കോൺ മോൾഡുകളും കട്ടേഴ്സും ഒക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് വെച്ചിട്ട് നമുക്ക് ഇഷ്ടാനുസരണം നമുക്ക് തീം കേക്കൊക്കെ ചെയ്യാൻ പറ്റും. ഇത് കുറച്ച് ആൽഫബറ്റ് കട്ടേഴ്സാണ്. സ്മോൾ സൈസും ഉണ്ട്, ലാർജ് സൈസും ഉണ്ട് കേട്ടോ. പിന്നെ എൻ്റെ കയ്യിലുള്ള കുറച്ച് കട്ടേഴ്സാണ്. ഇതൊക്കെ ഇങ്ങനെ പേരെഴുതി വെക്കാൻ കട്ട് ചെയ്തെടുക്കാനൊക്കെ യൂസ് ചെയ്യാനാണ്. പിന്നെ ഇത് ഓരോ തീം കേക്ക് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാവുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. ഫോണ്ടൻറ്റിൻ്റെ കാര്യങ്ങളൊന്നും ഈ ഒരു ഒറ്റ വീഡിയോയിൽ നമുക്ക് ഫുള്ളായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീണ്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക് യു.